मेरे प्यारे बच्चों सालम ऑनलाइन हिंदी क्लास में सबका स्वागत करता हूँ. എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, നമ്മൾ ഈ അധ്യയന വർഷം നമ്മുടെ 6ാം ക്ലാസ്സിൽ നിന്നും 7ാം ക്ലാസ്സിലേക്കൊക്കെ വിജയിച്ച് നല്ല അടിപൊളിയായിട്ട് സ്കൂൾ ജീവിതമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. റെഡി അല്ലേ? യെസ്, സെറ്റ് അല്ലേ? നിങ്ങളുടെ പുതിയ ക്ലാസ് റൂമും നിങ്ങളുടെ പുതിയ കൂട്ടുകാരും. അപ്പൊ നിങ്ങൾ പറയും പുതിയ കൂട്ടുകാരല്ല സാറേ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പഴയ കൂട്ടുകാരൊക്കെ ആണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് അല്ലേ? അടിപൊളിയാണ്. അപ്പൊ നമുക്ക് നോക്കാം, നമ്മുടെ ഹിന്ദിയുടെ ഭാഗത്ത് നിന്നും നമുക്ക് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. കഴിഞ്ഞ അധ്യയന വർഷം മാറിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പൊ നമ്മുടെ മുന്നിൽ ഒരുപാട് മാതൃകാ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് അല്ലെ? യെസ്, നമ്മുടെ ഫുട്ബോളിന്റെ ഇമോജി ഒക്കെ നമ്മൾ കണ്ടു. അപ്പൊ നമുക്ക് നോക്കാം. ഇക്കായി ഏക്ക് അല്ലെ? ഇക്കായി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂണിറ്റ് ആണ്. യൂണിറ്റ് 1 അല്ലെ? ഒന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് 2 പാഠഭാഗങ്ങൾ പഠിക്കാനുണ്ട്. ഏതെല്ലാമാണടാ 2 പാഠഭാഗങ്ങൾ? ഖുദ് സേ പ്യാർ എന്ന് പറയുന്ന ഒരു കവിതയാണുള്ളത്. ശോഭനാഥ് യാദവിന്റേതാണ് ആ കവിത. നല്ല അതിമനോഹരമായിട്ടുള്ള കവിതയാണ്. നമ്മൾ ലൈവ് ഒക്കെ പോയിട്ടുണ്ട് അത്. അതേപോലെ സാഫ് സഫായി മേ അവൽ ഗാവ് അല്ലെ? സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന് പറയുന്ന ഒരു ലേഖാണ് അല്ലെ? ഗാലിബ് കലീമിന്റേതാണ് ആ ലേഖനം അല്ലെ? അങ്ങനെ 2 പാഠഭാഗങ്ങളാണ് പ്യാർ എന്നുള്ള യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇന്ന് മാഷ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ആദ്യത്തെ പാഠഭാഗമായ അഥവാ ആദ്യത്തെ ചാപ്റ്റർ ആയ ഖുദ് സേ പ്യാർ എന്നുള്ള പാഠഭാഗത്തിലെ 2 ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് നോക്കാം എന്താണ് ആക്ടിവിറ്റി അല്ലെ? നമുക്ക് ഒരു 3 ബോക്സ് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇത് മനസ്സിലായില്ലെങ്കിൽ പോലും നമ്മൾ ഈ ബോക്സിലേക്ക് ഇങ്ങനെ നോക്കി ഒന്ന് വായിച്ചു നോക്കിക്കേ. സാർ ഇത് ഞങ്ങൾക്ക് വായിക്കാൻ അറിയാം. സൂരജ്, പേട്, ബാദൽ അല്ലെ? പിന്നെ നമുക്ക് ദുനിയാക്കോ എന്ന് തന്നിട്ടുണ്ട്. എന്താ ദുനിയാക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോ, ലോകത്തിന് അല്ലെ? ലോകത്തിന് അല്ലെ? പിന്നെ നമുക്ക് മൂന്നാമതായി 3 കോളങ്ങളിൽ എന്തോ തന്നിട്ടുണ്ട്. അപ്പൊ അതെന്താ? പാനി തന്നിട്ടുണ്ട്, വെള്ളം അല്ലെ? പാനി, വെള്ളം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. 5ാം ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചതാ അല്ലെ? എന്നിട്ട് നോക്കിക്കോ, പിന്നെ ഊർജ് അല്ലെ? ഊർജം അല്ലെ? അല്ലെങ്കിൽ പ്രകാശം എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെ ഫൂൽ എന്ന് പറഞ്ഞാൽ സാറേ അത് പൂവാണല്ലോ, ആണ് അല്ലെ? അതിൽ സംശയമൊന്നുമില്ല. ദേത്താഹെ എന്ന് പറഞ്ഞാൽ നൽകുന്നു അല്ലെ? അപ്പൊ നമ്മൾ ഇനി ഒന്ന് കണക്ട് ചെയ്ത് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ. അപ്പൊ സൂരജ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പാഠഭാഗത്തിൽ ഖുദ് സേ പ്യാർ എന്നുള്ളതിലെ 3 വാക്കുകൾ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം എന്നൊക്കെ സാർ ആ പാഠഭാഗം എടുത്തപ്പോ പറഞ്ഞ. സൂരജ് സൂര്യൻ, പേട് മരം, ബാദൽ മേഘം. കണ്ടോ? അപ്പൊ അത് റെഡിയായി. ഇനി നമ്മളത് ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. അപ്പൊ നോക്കിക്കോട്ടോ, എന്റെ കൂടെ നിന്നോ. ഓക്കെ, നോക്കാം, നമുക്ക് വരച്ചു നോക്കിയാലോ. യെസ്, സൂരജ് ദുനിയാക്കോ, അതായത് സൂര്യൻ ലോകത്തിന് എന്താ നൽകുന്നത്? എന്റെ മക്കളൊന്ന് പറഞ്ഞേ. പാനി, ഊർജ്, ഫൂൽ. എന്താണ്? ഊർജാണ്, നമ്മൾ പഠിച്ചതാണ് അല്ലെ? നമ്മൾ ആ പാഠഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കിയാണ്. പിന്നെ നേരണ്ട എഴുതിയാൽ മതി, ദേത്താഹെ നൽകുന്നു. അപ്പൊ ഒരു എക്സാമ്പിൾ മാഷ് എഴുതി കാണിച്ചു തരാം. എങ്ങനെയാണ്? സൂരജ് നോക്കിക്കോ, സൂരജ് ദുനിയാക്കോ അല്ലെ? ദുനിയാക്കോ എന്താ നൽകുന്നത്? ഊർജ് ദേത്താഹെ. എളുപ്പല്ലേ? സിമ്പിൾ അല്ലേ? ലളിതായിട്ട് നമ്മൾ ഒന്ന് കണ്ടെത്തിയോ? ഇനി രണ്ടാമത്തെ നോക്കിക്കോ, നേരെ. പേട് ദുനിയാക്കോ, മരം ലോകത്തിന് എന്താ നൽകുന്നത്? ഇനി 2 ഓപ്ഷനാണുള്ളത്. പാനിയും ഉണ്ട്, ഫൂലും ഉണ്ട്. അപ്പം മരം എന്താ നൽകുന്നത്? വെള്ളാണോ? അല്ല, ഫൂൽ ദേത്താഹെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ നേരെ അതേപോലെ എഴുതിയാ മതി. പേട് ദുനിയാക്കോ എന്താ നൽകുന്നത്? എന്താ? യെസ്, ഫൂൽ അല്ലെ? ഫൂൽ ദേത്താഹെ. കണ്ടോ? ഇനി അവസാനത്ത് പിന്നെ ഏതേ ഉണ്ടായിട്ടുള്ളൂ? യെസ്, ബാദൽ ദുനിയാക്കോ പാനി ദേത്താഹെ. അടിപൊളിയല്ലേ? സെറ്റായിട്ട് നമുക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. അടിപൊളിയല്ലേ? അപ്പൊ പരീക്ഷയിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇതിൽ തന്നെ ഒരു ചോദ്യം കൂടി ഉണ്ട് എന്റെ മക്കൾ, നോക്കിക്കോ. യെസ്, നമ്മൾ എന്ത് ചെയ്യണം? പെഹ്ചാനെ ഓർ ലിഖേ, തിരിച്ചറിഞ്ഞിട്ട് എഴുതുക. എന്നിട്ട് അതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട് ജീവൻ കാ ആധാർ ഹേ എന്ന് പറഞ്ഞാൽ ജീവന്റെ അടിസ്ഥാനമാണ് അല്ലെങ്കിൽ ആധാരമാണ് എന്നൊക്കെ പറയാം. കണ്ടോ? ഇനി നമുക്ക് 3 ചിത്രം തന്നിട്ട് ആ 3 ചിത്രം ഒന്ന് ഐഡന്റിഫൈ ചെയ്തേ. ഫസ്റ്റത്തെ സൂര്യൻ. നമ്മൾ ഖുദ് സേ പ്യാർ എന്നുള്ള പാഠഭാഗം പറയുമ്പോൾ 3 ഈ വാക്ക് നമ്മൾ ഓർത്തിരിക്കണം. ഏതൊക്കെയാണ് ആ വാക്കുകൾ? സൂര്യൻ,
മരം, അതേപോലെ മേഘം. അപ്പൊ ഇതെന്താണ്? ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് എഴുതിയാൽ മതി. ഇത് മൂന്നാണ് ജീവൻ കാ ആധാർ ഹേ. അപ്പൊ സൂരജ് നമ്മൾ നേരത്തെ പഠിച്ചു, സൂരജാണ്. അപ്പൊ സൂരജ് ജീവൻ കാ ആധാർ ഹേ. പിന്നെ രണ്ടാമത് പേടാണ്, ദറഖ്ത് എന്നും നമ്മൾ പറയും. അപ്പൊ പേട് ജീവൻ കാ ആധാർ ഹേ. ഇനി ബാദലാണ്, ബാദൽ. അപ്പൊ ബാദൽ ജീവൻ കാ ആധാർ ഹേ. അപ്പൊ ഇത് മൂന്നും ഐഡന്റിഫൈ ചെയ്ത് എഴുതിയാലും നമ്മളെ കാത്തിരിക്കുന്നത് 3 മാർക്കാണ്. കഴിഞ്ഞ അധ്യയന വർഷത്തിലെ ഓണപരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ്. അപ്പൊ നമ്മൾ സൂര്യൻ, മരം, അതേപോലെ മേഘം, അഥവാ സൂരജ് എന്നും മരത്തിന് പേടെന്നും മേഘത്തിന് ബാദൽ എന്നും പറയും. ഇത്തരത്തിൽ ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കി വെച്ചോ. കുദ്സേ പ്യാർ എന്ന് പറയുമ്പോൾ ഈ 3 വാക്ക് മറക്കല്ലേ. സൂരജ് അഥവാ സൂര്യൻ, പേട് അഥവാ മരം, ബാദൽ അഥവാ മേഘം. ഇത്തരത്തിൽ നമ്മൾ അടിസ്ഥാനപ്പെടുത്തി അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും. സെറ്റല്ലേ? പവറല്ലേ? അപ്പൊ എന്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് സെറ്റായിട്ട് നിൽക്കുക. എന്ത് ചെയ്യുക? നമുക്ക് ഇനി വരുന്ന പാഠഭാഗങ്ങളൊക്കെ സെറ്റായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എല്ലാ മക്കളും അടിപൊളിയായിട്ട് ഇരിക്കട്ടെ. അഗലാ വീഡിയോ में सर फिर मिलेगा. सबका बहुत बहुत शुक्रिया. बाय बाय.